ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പുഴയോരം വീട്ടിലേക്ക് ഗാഥ എത്തിച്ചേരുന്നു. ഈ വിവരം അറിഞ്ഞ സിതാര ഗാഥയെ അവിടുന്ന് രക്ഷപ്പെടുത്താനും കൂട്ടിക്കൊണ്ടു വരുവാനായി അവിടേക്ക് പുറപ്പെടുമ്പോൾ അപ്രതീക്ഷിതമായി പുഴയോരം വീട്ടിലേക്ക് ഗാഥയെ കാണുവാനായി കൃഷ്ണ മോളിക്കുട്ടിയുടെ സഹായത്തോടെ എത്തിച്ചേരുന്നു. പുഴയോരം വീട്ടിലെത്തിയ കൃഷ്ണയെ പരിചരിച്ചുകൊണ്ട് അടുത്തു നിൽക്കുന്ന അമ്മായി സത്യവതി അപ്രതീക്ഷിതമായി പിന്നാമ്പുറത്തോടി വരുന്ന മോളിക്കുട്ടിയുടെ കൂടെ വരുന്ന കൃഷ്ണയെ കാണാനിടയാകുന്നു. സംശയം തോന്നുന്ന സത്യവതി അത് രണ്ടു പേരാണോ എന്നും തൻ്റെ തോന്നലാണോ എന്നും അറിയാനായി വേഗം ഗാഥയ്ക്കരികിലേക്ക് വന്ന് നോക്കുന്നു. ഇതിനിടയിൽ ഗാഥയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പുഴയോരത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നെത്തുകയാണ് സിതാര. തൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള തീരുമാനവുമായി അവിടേക്ക് എത്തുന്ന സിതാരയെ കൃഷ്ണ ഗോപാലൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ഒടുവിൽ കൃഷ്ണയും ഗാഥയും പരസ്പരം മാറാൻ തയ്യാറായി. എങ്ങനെയും അച്ഛൻ്റെ കണ്ണു വെട്ടിച്ച് ഗാഥയുടെ സ്ഥാനത്ത് ആ വീൽ ചെയറിൽ വന്ന് അവിടെ ഇരിക്കാനുള്ള ശ്രമവും, അതോടൊപ്പം ഗാഥയുടെ കാലിന് വയ്യാത്തതുകൊണ്ട് പഴയതുപോലെ വേഗം വീട്ടിൽ നിന്ന് ഓടിച്ചുവിടാൻ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ അച്ഛൻ്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെ ഗാഥയെ പുറത്തിറക്കുമെന്നും ആലോചിച്ച് തലപുകച്ച് നിൽക്കുന്നു കൃഷ്ണ.